ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുക, വന്യമൃഗ ആക്രമണങ്ങൾ തടയുക, ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി രൂപത നടത്തിയ കളക്ടറേറ്റ് മാർച്ച് പ്രതിഷേധ കടലായി. കൊടും ചൂടിനെ അവഗണിച്ചും നൂറുകണക്കിന് കർഷകരും വൈദികരും സമരത്തിന്റെ ഭാഗമായി. രാവിലെ 10 മണിക്ക് പൈനാവ് ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കലിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പ്രതിഷേധ ജാഥയിൽ വിവിധ ഇടവകകളിൽ നിന്നും എത്തിച്ചേർന്ന നൂറുകണക്കിന് ആളുകൾ മുദ്രാവാക്യ വിളികളുമായി പങ്കുചേർന്നു. ജാഥ കളക്ടറേറ്റ് പടിക്കലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. തുടർന്ന് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമ്മേളനം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കപട പരിസ്ഥിതിവാദം വെടിഞ്ഞ് മനുഷ്യന്റെ പക്ഷം ചേർന്ന് നാട് ഭരിക്കുന്ന ഭരണകൂടം ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം ഉണരുന്നതും ഉറങ്ങുന്നതും വന്യമൃഗങ്ങൾ നിഷ്ഠൂരമായി ആളുകളെ കൊല ചെയ്യുന്ന വാർത്ത കേട്ടുകൊണ്ടാണ്. നൂറുകണക്കിന് മനുഷ്യജീവനുകൾ ഇതിനോടകം വന്യമൃഗശല്യത്തിൽ കൊല ചെയ്യപ്പെട്ടു. ഒട്ടനവധി ആളുകൾക്ക് പരിക്കേറ്റു. ധാരാളം കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകൾ കൊല്ലപ്പെട്ടത് വനഭൂമിയിൽ കയറിയതിന്റെ ഫലമായല്ല. തങ്ങളുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് വന്യമൃഗങ്ങളുടെ ക്രൂരതയ്ക്ക് ഇരയായത്. നാട്ടിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് ഭയത്തിലാണ് കഴിയുന്നത്. മരണപ്പെടുന്ന ആളുകൾക്ക് 10 ലക്ഷം രൂപ നൽകി കൈകഴുകുന്ന രീതിയാണ് ഇപ്പോൾ ഭരണകൂടം കാണിക്കുന്നത്. പരിക്കു പറ്റിയവർക്ക് സഹായം ചെയ്യുന്നതിൽ വലിയ വിമുഖതയും കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കേരളത്തിൽ പൊലിഞ്ഞത് 12 ജീവനുകളാണ്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ പറയുന്നത് ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ട വിവരം വനപാലകരെ അറിയിച്ചിരുന്നുവെന്നാണ്. അങ്ങനെയെങ്കിൽ അപകടം ഉണ്ടാകാതിരിക്കുന്നതിന് വനപാലകരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണർത്ഥം. വന്യമൃഗങ്ങൾ ആളുകളെ കൊല ചെയ്യുവാനുള്ള വഴികൾ വനപാലകർ ക്രമീകരിച്ചു എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. 1972 നിയമത്തിന്റെ കുരുക്കു പറഞ്ഞ് ഭരണകൂടത്തിലുള്ളവർ തലയുരുവാൻ ശ്രമിക്കുകയാണ്. ഇനിയും അത്തരത്തിലുള്ള കപട ന്യായീകരണം വിലപ്പോകില്ല. ആ നിയമമാണ് പ്രശ്നമെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് ജനപ്രതിനിധികളുടെയും ഭരണകൂടത്തിന്റെയും ചുമതലയാണ്. കുടിയേറ്റ കാലത്തെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വന്യമൃഗശല്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ മൃഗങ്ങൾ തെരുവിലിറങ്ങുവാനുള്ള കാരണമെന്തെന്ന് ഗൗരവത്തോടെ അന്വേഷിക്കണം. വനത്തിൽ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചതാണ് കാരണമെങ്കിൽ മൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുവാനുള്ള സംവിധാനം ക്രമീകരിക്കണം. അക്രമകാരികളായ മൃഗങ്ങളെ കൊല ചെയ്യുവാനുള്ള നിയമ സംവിധാനം രൂപപ്പെടുത്തണം. ഇടുക്കിയിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പൊലിഞ്ഞത് 5 ജീവനുകളാണ്. 5 കുടുംബങ്ങളുടെ അത്താണിയാണ് നഷ്ടപ്പെട്ടു പോയത്. ആ കുടുംബങ്ങളുടെ ദുഃഖം സമാനതകളില്ലാത്തതാണ്. ഇനിയും ഒരാളുടെ പോലും ജീവൻ നാട്ടിൽ നഷ്ടപ്പെടുവാൻ ഇടയാകരുത്. അതിന് ഭരണകൂടം ക്രിയാത്മകമായി ഉണർന്നു പ്രവർത്തിക്കണം. അതിന് സാധിക്കാതെ വന്നാൽ സാധാരണക്കാരായ ആളുകളുടെ പക്ഷം ചേർന്ന് ഇടുക്കിയിലെ ഒരു പൊതു സംവിധാനം എന്ന നിലയിൽ രൂപത സമരമുഖത്ത് സജീവമാകുമെന്നും ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ, മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ്, ഫാദർ ജിൻസ് കാരക്കാട്ട്, സിജോ ഇലന്തൂർ, സാംസണ്ണി, സെസിൽ ജോസ് എന്നിവർ സംസാരിച്ചു. സമരപരിപാടികൾക്ക് ജോസഫ് ചാണ്ടി തേവർപ്പറമ്പിൽ, ജോസ് തോമസ് ഒഴുകയിൽ, സാബു കുന്നുംപുറം, ജോളി ജോൺ, ആഗ്നസ് ബേബി, മാത്തുക്കുട്ടി കുത്തനാപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി.